ബി.ജെ.പി. നേതാവും നടനുമായ ജി. കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ഒ.ബൈ.ഒ.സി എന്ന സ്ഥാപനത്തിൽ നിന്നും അതിലെ വനിതാ ജീവനക്കാരായ 3 പേർ ഏകദേശം 64 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വലിയ രീതിയിൽ കൊടുമ്പിരിയൊക്കെ കൊണ്ടിരുന്നു. ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചു എന്നുള്ള വാർത്തയാണ് അവസാനം വന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം അന്ന് ഈ പ്രതികളിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ തിരിച്ച് കൃഷ്ണകുമാറിനെതിരെയും മകൾക്കെതിരെയും കേസ് കൊടുത്തിരുന്നു. ലൈംഗിക പീഡന ചുവയുള്ള ഭാഷ ഉപയോഗിച്ചെന്നും അതേപോലെ തന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ചെന്നെന്നും ഒക്കെ തരത്തിലുള്ള താങ്കളെ ഇതുപോലെ തന്നെ ഒളിവിൽ പാർപ്പിച്ചതുമായി എന്നൊക്കെ തരത്തിലുള്ള നിരവധി കേസുകൾ കെട്ടിച്ചമച്ച് കൃഷ്ണകുമാറിന്റെ മകൾക്കുമെതിരെ തിരിയുകയും മാത്രമല്ല ഇവര് ഈ പറഞ്ഞോണം ജാതി കാർഡ് ഇറക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഇവര് കള്ളത്തരങ്ങൾ ചെയ്തിട്ടില്ല എന്നും അങ്ങനെ പല കാര്യങ്ങളുമൊക്കെ ഈ വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വന്നിരുന്നു. പക്ഷേ നമുക്കറിയാം ആ ഷോപ്പിലെ കാര്യം എന്താണെന്നുള്ള അറിയാം. കാരണം ഇവരുടെ പ്രത്യേകിച്ചുള്ള ഗൂഗിൾ പേയുടെ പ്രത്യേകം ഈ കോഡ് ഉപയോഗിച്ച് അവരുടേതായ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കുകയും ഏകദേശം 64 ലക്ഷം രൂപ 11 മാസമായിട്ട് ഈ ഓരോ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വിഡ്രോ ചെയ്ത് അവർ 3 പേരും വീതിച്ചെടുക്കുകയും അത് ബന്ധുക്കാരുടെ കൈകളിലേക്ക്, അതായത് അവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇതെല്ലാം കണ്ടെത്തിയിരുന്നു. വിത്തിൻ 2 ഡേയ്സിനകത്ത് അതെല്ലാം കണ്ടെത്തിയിരുന്നു. പക്ഷേ എന്നിട്ട് അത് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണം ഏൽപ്പിച്ചെങ്കിലും എന്നിട്ട് ഒരു പുരോഗതി ഉണ്ടാവാത്ത രീതി ഇതുവരെ ഇത്രയും റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം കിട്ടി, തെളിവ് സഹിതം കിട്ടിയിട്ട് പോലും അവർക്കെതിരെ പോലീസ് യാതൊന്നും ഒരു അന്വേഷണവുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പോലീസ് അന്വേഷിച്ച് 2 തവണ ചെന്നിരുന്നു, ഇവരെ കിട്ടിയില്ല, ഇവർ ഒളിവിലാണ്. അപ്പോൾ ഇവരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവർ കൊടുത്ത കേസിന്റെ ഫലമായിട്ട് കൃഷ്ണകുമാറിന്റെ മകളെയും ഈ പറഞ്ഞോണം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. പക്ഷേ ഇത് തെളിവ് സഹിതം ഇവരുടെ കേസിന്റെ കാര്യങ്ങളും എല്ലാം തെളിവ് സഹിതം കിട്ടിയിട്ട് ഈ 3 ജീവനക്കാർ എവിടെയാണെന്ന് പോലീസിന് അറിയില്ല പോലും. ഇതുവരെ അവരെ ഈ ഒളിവിൽ താമസിക്കുന്ന അവരെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ ഇതുവരെ ക്രൈംബ്രാഞ്ചിനോ പോലീസിനോ കഴിഞ്ഞില്ല എന്നുള്ളത് എവിടുത്തെ ഇതിന്റെ ബാക്കിലെ സപ്പോർട്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ വരുന്നു സംശയങ്ങൾ പലതും. കാരണം അന്ന് തന്നെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പിന്നിൽ ഇവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ആരൊക്കെയോ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവർ ഫാമിലി പറയുമ്പോഴും കാരണം അവർ ആദ്യമൊക്കെ ഈ പെൺകുട്ടികൾ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിലൊക്കെ എന്തോരം പാവം പിടിച്ച കുട്ടികൾ ഇങ്ങനെയൊന്നും സംസാരിക്കും. പക്ഷേ പിറ്റേന്ന് വാർത്താ സമ്മേളനം വന്നപ്പോൾ വളരെ ഒരുപക്ഷെ ഈ സാധാരണ പത്രസമ്മേളനമോ അല്ലെങ്കിൽ ഇതൊക്കെ നടത്തുന്ന മന്ത്രിമാരെയും രാഷ്ട്രീയ പ്രവർത്തകരെക്കാളും ഒക്കെ വലിയ ആക്രോശത്തിലും വലിയ ഇതിലൊക്കെയാണ് ഒരു വലിയ ഫ്ലോയിലാണ് സംസാരിച്ചത്. അത്രയ്ക്ക് ഒരു പവറോടുകൂടിയാണ് ഈ 3 പേരും ഈ കൃഷ്ണകുമാറിന്റെ മകൾക്കും എതിരെ ആഞ്ഞടിച്ചത്. പക്ഷേ അതിനുശേഷമാണ് ഈ പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കുകയും ഈ തെളിവ് സഹിതം ഇവർ ഈ CCTV ദൃശ്യങ്ങൾ സഹിതം കണ്ടെടുക്കുകയും ഇവരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും ബന്ധുക്കാരുടെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ നടന്നു. ഇവർ പറഞ്ഞു ഒരുപക്ഷെ കൃഷ്ണകുമാറൊക്കെ പറഞ്ഞതിലും ഇരട്ടി പൈസ, ഏകദേശം 64 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അതിലും അധികം പൈസ ഇവർ അക്കൗണ്ടിലേക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ചെറിയ എമൗണ്ടുകൾ മാത്രം ദിയയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും വലിയ എമൗണ്ടുകൾ ഇവരുടെ പ്രത്യേകമായിട്ടുള്ള ഗൂഗിൾ പേ ഉപയോഗിച്ച് അവരുടെ കോഡ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കേസിന് ആസ്പദമായിട്ടുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും ക്രൈംബ്രാഞ്ചിന് പോലും ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ല എന്നുള്ളത് എവിടുത്തെ ആരുടെ പിന്തുണയാണ്, ആരുടെ പിടിപ്പാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പം ഈ പറഞ്ഞതുപോലെ ജീവനക്കാർ ഈ ജാമ്യത്തിന് വേണ്ടിയുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. ഇന്ന് കോടതി അത് പരിഗണിക്കും. ഇന്ന് ജാമ്യാപേക്ഷ കിട്ടിയില്ല മുൻകൂർ ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അടക്കമുള്ള നടപടികൾ തുടരേണ്ടി വരും. അപ്പോൾ എന്ത് തന്നെയാണ് ഇന്നത്തെ ഇതിലാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ അവർക്ക് ജാമ്യം കിട്ടിയാൽ തന്നെ പിന്നെ കേസിന്റെ കാര്യം ഏത് രീതിയിലാണെന്നുള്ള അറിയില്ല. ഏതായാലും കോടതിയിൽ നിൽക്കുകയാണ്
ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളും തെളിവുകളും ഒക്കെ വെച്ച് ഒരു പക്ഷേ പോലീസിന് കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരുടെ പോലീസിന്റെ ഭാഗത്ത്, കാരണം ഇതുവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം കൂടുതൽ പുരോഗമിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇവർ കോടതിയിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ഇവർക്ക് ജാമ്യാപേക്ഷ കിട്ടുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടാണ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ വാദിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് ജോലിക്കാരെ ഇവരുടെ കസ്റ്റഡിയിലേക്ക് കിട്ടും. അതല്ല വീക്കായിട്ടുള്ള പോയിന്റുകളാണ് ഇവർ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടത്തില്ല, മറ്റവർക്ക് ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. ഈ 3 പേർക്കും ജാമ്യം കിട്ടുക തന്നെ ചെയ്യും. അപ്പം ഈ ഒരു ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം പോലും ഇത്രയും ദിവസമായിട്ട് പുരോഗമിക്കുന്നില്ല എന്നുള്ള പരാതിയും ഇപ്പം വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ജാമ്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേസ് വേറെ രീതിയിലോട്ടായിരിക്കും പോകുന്നത്. ഇത് തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. ഇപ്പം എന്താ പറയുക, കൊടുത്ത ആള് കുറ്റവാളി, ഈ പറഞ്ഞോണം പൈസ മോഷ്ടിച്ചവർ പാവങ്ങളും എന്നുള്ള രീതിയിലായിരിക്കും ഇനിയിപ്പോൾ വരുന്നത്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഈ കേസൊക്കെ തെളിയിച്ചു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് തെളിവ് സഹിതം എങ്ങനെയാണ് കോടതി സമർപ്പിക്കുന്നത് ആ രീതി അനുസരിച്ചായിരിക്കും ഇന്ന് അവർക്ക് ജാമ്യം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. എന്ത് തന്നെയായാലും 64 ലക്ഷം രൂപ എന്ന് പറയുന്നത് കണക്കിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവരിപ്പോൾ ഈ 3 വ്യക്തികൾ, ഈ ജീവനക്കാർ പറയുന്നത് ഈ OBOC-യിൽ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഇവർ ഓഡിറ്റിങ്ങും മറ്റൊന്നും നടത്തുന്നില്ല. ഈ പറഞ്ഞതുപോലെ പൈസ വരുന്നതിൻ്റെ നിരവധി ട്രാൻസാക്ഷൻസ് ഒന്നും കൃത്യമായി നടത്തുന്നില്ല എന്നുള്ളത് അത് തിരിച്ചിട്ടുള്ളവർ കൊടുത്താണ്. അങ്ങനെയെങ്കിൽ കൃഷ്ണകുമാറിനും മകൾക്കും അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ളതും വരും. ഒരു പക്ഷേ ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ് സ്വമേധയാ കേസ് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലെങ്കിൽ അവർക്കത് ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇവർ പറഞ്ഞതനുസരിച്ച് ആ രീതിയിലൊക്കെ കേസുകൾ പോവുകയാണെങ്കിൽ ഇവരെയും ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. 69 ലക്ഷമാണ് 10 മാസമായിട്ട് ഈ പറഞ്ഞ തട്ടിയെടുത്തത് എന്നുള്ള കണക്കുകളാണൊക്കെ പുറത്തു വരുന്നത്. എന്നാൽ 64 ലക്ഷം രൂപയും പറയുന്നുണ്ട്. പക്ഷേ പോലീസ് 64 ലക്ഷം രൂപ കൃഷ്ണകുമാർ പറഞ്ഞെങ്കിലും 69 ലക്ഷം രൂപയോളം പോലീസിന്റെ കണ്ടെത്തലിൽ പോലീസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഇവർ പറയുന്നത് 27 ലക്ഷം രൂപയാണ് ഉള്ളത്. അതിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് അവരുടെ ശമ്പളവും കഴിച്ച്, അതായത് 11 മാസമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ഈ ജീവനക്കാർ പറയുന്നത് 27 ലക്ഷം രൂപയാണ് തങ്ങൾ എടുത്തതെന്നും അതിലെ 11 മാസമായി താങ്കളുടെ ഈ പറഞ്ഞതുപോലെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ, ശമ്പളം കഴിച്ചുള്ള പൈസ മുഴുവനും തുക മുഴുവനും കൃഷ്ണകുമാറിന് ദിയയ്ക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് ഈ വനിതാ ജീവനക്കാരുടെ അഭിഭാഷകൻ പറയുന്നത്. നമുക്കറിയാം 8 ലക്ഷം രൂപയോളം ഇടയ്ക്ക് ഇവരെ വിളിപ്പിച്ചതിൻ്റെ ഒരു രീതിയിൽ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അന്ന് 8 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുത്തിരുന്നു. പക്ഷേ കൃഷ്ണകുമാർ പറയുന്നത് അത് മാത്രമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി എമൗണ്ട് ദിയയ്ക്ക് കൊടുക്കാനുള്ള ബാക്കി തുകയും ഉണ്ട്, അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. ഏതായാലും അവർ ട്രാൻസാക്ഷൻ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ തിരിച്ചെടുത്തതിൻ്റെ ATM-ൽ നിന്ന് ഏത് ATM-ൽ നിന്നാണ് പിൻവലിച്ചത് എന്നുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം അവർക്ക് കിട്ടേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വിഡ്രോ ചെയ്തതിൻ്റെ തെളിവുകൾ, ഇതിന് മുന്നോടിയായിട്ട് അതാത് ദിവസം വിഡ്രോ ചെയ്ത് കൊടുത്തു എന്ന് അവർ പറയുമ്പോൾ ആ വിഡ്രോ ചെയ്തതിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പക്ഷേ ഇതുവരെ ആ ഒരു തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. അതൊക്കെ ഒരു പക്ഷേ ഈ ജീവനക്കാർക്ക് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. എന്ത് തന്നെയായാലും ഇന്ന് ഹർജി പരിഗണിക്കും. ഈ ഹർജിയിൽ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. OBOC എന്ന് പറയുന്നത് 4 വർഷമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. ഈ ലേഡീസിൻ്റെ കൂടുതലും ലേഡീസിന് ഈ ഓർണമെൻറ്റ്സുകളും അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഷോപ്പായിരുന്നു. അപ്പം ഈ പറഞ്ഞോണം ദിയയുടെ ഒരു പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ ഈ ഒരു സ്ഥാപനത്തിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ജീവനക്കാർ അവിടെ തട്ടിപ്പ് നടത്തിയത്. ആദ്യമൊക്കെ ജാതിക്കാർഡും മുക്കുവത്തി എന്നുള്ള വിളിയൊക്കെ തന്നെ തങ്ങളെ വിളിച്ചെന്നും കൃഷ്ണകുമാർ ലൈംഗിക ചുവയുള്ള ഭാഷ സംസാരിച്ചെന്നൊക്കെ പറഞ്ഞ് ജീവനക്കാർ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും വളരെയധികം മോശം സംസാരിച്ചെങ്കിലും പക്ഷെ പിന്നീട് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ജനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വിമർശനങ്ങൾ ഈ 3 ജീവനക്കാർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. കാരണം കൃത്യമായ തെളിവുകൾ കൃഷ്ണകുമാറിൻ്റെയും ദിയയുടെയും ഭാഗത്തുണ്ടായിരുന്നു. അത് അവർ പോലീസിന് സമർപ്പിക്കുകയും വീഡിയോ ദൃശ്യങ്ങളടക്കം സമർപ്പിക്കുകയും പിന്നെ പോലീസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ എല്ലാവരുടെയും അക്കൗണ്ടുകൾ ചെക്ക് ചെയ്തപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടി. ഈ തെളിവുകളൊന്നും നിലവിൽ അത് വെച്ചുകൊണ്ട് ഇവരെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരെ ഈ പറഞ്ഞോണം ഒളിവിൽ താമസിക്കുന്നവരെവിടാന്ന് കണ്ടെത്തുകയോ അവരെ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ പരാതി. ഇത് തന്നെയാലും പോലീസിൻ്റെ ഈ ഒരു അനാസ്ഥ ആരെ രക്ഷിക്കാനാണ് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.